ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പം ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ, രസക്കാളൻ. അപ്പം പലർക്കും ഈ പേരും ഈ വിഭവവും അധികം പരിചയമായിരിക്കില്ല അല്ലേ? അപ്പം ഇതൊരു ബ്ലോഗിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പം ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പം ആക്ച്വലി ഇത് പാലക്കാടൻ ബ്രാഹ്മിൺ ഫാമിലീസിൽ ചെയ്യുന്ന ഒരു വിഭവമാണ് കേട്ടോ. അപ്പം ബ്രാഹ്മിൺസിൻ്റെ റെസിപ്പീസൊക്കെ അധികം സ്പൈസി ഒന്നും ആയിരിക്കില്ല, പക്ഷെ നല്ല ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയ ഒരു ഒഴിച്ചുകറി കൂടിയാണ് ഇത്. അപ്പോൾ ഇത് അത്യാവശ്യം സ്പൈസിയിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയ രസക്കാളൻ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് മുൻപ് തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആദ്യം ഒരു നേന്ത്രക്കായ മുറിച്ചത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നേന്ത്രക്കായ നിറം മാറാതിരിക്കാനാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ബാക്കി കുറച്ച് പച്ചക്കറികളൂടി ചേർക്കാനുണ്ട്. അപ്പോൾ കുറച്ച് കുമ്പളങ്ങയും അതുപോലെ തന്നെ കുറച്ച് മത്തങ്ങയും കൂടി മുറിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികൾ കൊണ്ട് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളരിക്ക ചേർക്കാം, ചേന ചേർക്കാം, മുരിങ്ങക്കായ ചേർക്കാം. അപ്പോൾ ഇനി കുമ്പളങ്ങയും മുരിങ്ങക്കായും മാത്രം ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും 2 പച്ചക്കറികൾ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പച്ചക്കറികൾ കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ രസക്കാളൻ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ പുളിവെള്ളത്തിലാണ് വേവിക്കാറ് കേട്ടോ. പക്ഷെ പുളിവെള്ളത്തിൽ പച്ചക്കറികൾ വേവാൻ കൂടുതൽ സമയം എടുക്കും. അതുകൊണ്ട് ഞാനിത് സാധാരണ വെള്ളത്തിൽ വേവിച്ചെടുക്കാനേ. അപ്പൊ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ നമുക്കിതിന് ആവശ്യമായ തേങ്ങാക്കൂട്ട് റെഡിയാക്കി എടുക്കാം. അപ്പം അതിനായിട്ട് മിക്സറിന്റെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ തിരുമിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിനായിട്ട് 4 പച്ചമുളക്, പിന്നെ ഒരു കളറിനായിട്ട് ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 നുള്ള് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്. ഇനി കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം ചേർക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഈ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ട് ഇത് ഒരു ചെറിയ അളവില് ശർക്കര കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ചു നേരം നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങാക്കൂട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് തേങ്ങാക്കൂട്ടിന്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അപ്പൊ പച്ചമണം തീരെ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പൊ ഈ ടൈമിൽ ഉപ്പ് കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ നന്നായിട്ട് ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടും. അപ്പൊ ഇപ്പൊ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് അവസാനമായിട്ട് 1 കപ്പ് മോര് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ തൈര് ചേർക്കരുത് കേട്ടോ. അത്യാവശ്യം നല്ല പുളിയുള്ള ഒരു 3/4 കപ്പ് തൈര്, ഒരു 1/4 കപ്പ് വെള്ളവും കൂടി അരച്ചെടുത്ത മോരാണ് ഇത്. ഇനി ഒരു സിം ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പൊ ജസ്റ്റ് ചൂടായാൽ മാത്രം മതി കേട്ടോ, ഒട്ടും തിളയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പൊ മധുരം വേണമെങ്കിൽ ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പും അഡ്ജസ്റ്റ് ചെയ്യണേ. ഇനി ഇത് താളിച്ചൊഴിച്ചാൽ മതി. അപ്പൊ വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചൊഴിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പൊ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക്, ഇനി ചുവന്ന ഉള്ളി മുറിച്ചത്. ഇപ്പൊ സാധാരണയായിട്ട് രസക്കാളൻ ചെയ്യുമ്പോൾ ഇതിൽ ഉള്ളിയോ സവാളയോ ഒന്നും ചേർക്കാറില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ താളിക്കുമ്പോൾ ഉള്ളി മൂപ്പിച്ചെടുക്കാറുമില്ല. പക്ഷെ ഏത് കറി ആയാലും താളിക്കുമ്പോൾ ഉള്ളി മൂപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉള്ളി മൂപ്പിച്ച് ചേർക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. ഇനി ഉണക്കമുളക്, കറിവേപ്പില. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ രസക്കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോരുകറി ചെയ്യും പോലെ തോന്നുമെങ്കിലും ടേസ്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.